സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനയാണ്, നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ബാധ്യതയാണ് നമ്മുടെ ഇൽമിന്റെയും കഴിവിന്റെയും അളവനുസരിച്ച് അവന്റെ ദീൻ പ്രചരിപ്പിക്കുക എന്നുള്ളത്. അവന്റെ ദീൻ ആദ്യം സ്വന്തം പഠിച്ച് സ്വന്തം ജീവിതത്തിൽ പുലർത്തുകയും പിന്നീട് കഴിവിന്റെ പരമാവധി അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഇതിന് ഒരു സാഹചര്യവും നമുക്ക് തടസ്സമല്ല. ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളിലും അള്ളാഹുവിന്റെ ദീനിന് ഒരു ചെറിയ വാക്കുകൊണ്ടെങ്കിലും സഹായം ചെയ്യാൻ സാധിക്കുന്ന അവസരങ്ങൾ നമ്മൾ പാഴാക്കിക്കൂടാ. യൂസുഫ് അലൈഹിസ്സലാം ജയിലിൽ കിടന്ന സന്ദർഭം, അദ്ദേഹം വളരെയധികം പ്രതിസന്ധി അനുഭവിച്ചൊരു ഘട്ടമാണ്. ആരോപണമുണ്ടായി, സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു ആരോപണം ഉണ്ടായിട്ടാണ് അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ടി വന്നത്. എത്രമാത്രം മനപ്രയാസം അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടാകും. ആ പ്രതിസന്ധി ഘട്ടത്തിലും തന്റെ കൂടെ കിടന്ന തടവ് പുള്ളികളോട് അദ്ദേഹം പറഞ്ഞതെന്താണ്? യാ സാഹിബൈ സിജ്നി അർബാബുൻ മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. എന്റെ കൂടെ ജയിലിൽ കിടക്കുന്ന സഹോദരങ്ങൾ, ജയിലിൽ കിടക്കുന്ന ആളുകളെ, അർബാബുൻ മുതഫർരിഖൂന, വ്യത്യസ്തരായ റബ്ബുമാരാണോ ഇലാഹുമാരാണോ, ഖൈറുൻ അതാണോ നല്ലത്, അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ അതല്ല ഏകനായ എല്ലാവരെയും നിയന്ത്രിക്കുന്ന അള്ളാഹുവാണോ, അവനെ ആരാധിക്കുന്നതാണോ നല്ലത് എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുന്നതിന് അതിന് പ്രായമോ ഒരു കാലപരിധിയോ ഇല്ല. അള്ളാഹു തആല പറഞ്ഞതെന്താണ്? വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം വരെ നിന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ പലർക്കും അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞു കൊടുക്കാൻ, അത് പ്രചരിപ്പിക്കാൻ, ദീനിനെ കുറിച്ച് സംസാരിക്കാൻ ഒക്കെ തടസ്സമാകുന്ന ഒരു കാര്യമാണ് നമ്മുടെ പാപങ്ങൾ. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്യുന്നവനാണല്ലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഇൽമിന്റെ സദസ്സിൽ പോയിരിക്കുന്നത് എന്താണ് അർത്ഥം? ഞാൻ ആളുകൾ അതിലേക്ക് ക്ഷണിക്കുന്നതിന് എന്താണ് കാര്യമുള്ളത്? ഞാൻ ഇതിനൊന്നും പറ്റിയ ആളല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതും ശരിയല്ല. അള്ളാഹുവിന്റെ കൽപ്പനകളെല്ലാം നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അള്ളാഹു നമ്മോട് നമസ്കാരം നിലനിർത്താൻ പറഞ്ഞാൽ അത് നമ്മൾ നിലനിർത്തണം. അതുപോലെ അള്ളാഹു നമ്മോട് സത്യം പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞിരിക്കണം. അള്ളാഹു നമ്മോട് കണ്ണ് താഴ്ത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴ്ത്തിയിരിക്കണം. അതിൽ ഒന്നിൽ വീഴ്ച വരുത്തി എന്നുള്ളത് മറ്റേതിൽ വീഴ്ച വരുത്താനുള്ള ന്യായമല്ല. അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനയാണ് അവന്റെ ദീനിന്റെ സഹായികളാവുക, അതിന് നുസ്രത്ത് പിന്തുണ നൽകുക എന്നുള്ള കാര്യം. സഹാബത്ത് ഇങ്ങനെയായിരുന്നു ഇത് മനസ്സിലാക്കിയത്. അബൂ മിഹ്ജൻ അസ്സഖഫി എന്ന് പറയുന്ന സഹാബി റളിയല്ലാഹു അൻഹു അർദാഹ്, അദ്ദേഹം സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നടന്ന ഖാദിസിയ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. ഇദ്ദേഹം ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ജീവിതത്തിൽ മദ്യപിച്ചിട്ടുണ്ട്. അങ്ങനെ ആ മദ്യപാനത്തിന്റെ പേര് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ഈ ഖാദിസിയ യുദ്ധത്തിന് പുറപ്പെട്ട ആ യാത്രക്കിടയിലും അദ്ദേഹം മദ്യപിച്ചു. അങ്ങനെ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അബൂ മിഹ്ജനെ ശിക്ഷിച്ച് അദ്ദേഹത്തെ കെട്ടിയിട്ടു തന്റെ വീട്ടിൽ. എന്നിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു. യുദ്ധം തുടങ്ങി. മുസ്ലിമീങ്ങളും മുശ്രിക്കീങ്ങളും തമ്മിൽ, പേർഷ്യക്കാരും തമ്മിൽ കടുത്ത യുദ്ധമുണ്ടായി. നിരവധി പേർ കൊല്ലപ്പെട്ടു. ആ സമയത്ത് അദ്ദേഹം വളരെ വിഷമത്തോടെ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ വിളിച്ച് വിഷമം പറഞ്ഞു. അങ്ങനെ അവർ അദ്ദേഹത്തെ തുറന്നുവിടുകയും അദ്ദേഹം ആ യുദ്ധത്തിൽ പങ്കെടുത്ത് വളരെ ശക്തമായി പോരാടുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം. അപ്പൊ താൻ മദ്യപിച്ചവനാണ്, ഈ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ജിഹാദിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് തടസ്സമായില്ല. അദ്ദേഹം സഅദ് ബിൻ അബി വഖാസ് മടങ്ങുന്നതിന് മുമ്പായി തിരിച്ചു വന്ന് തന്റെ ആ ബന്ധിച്ച സ്ഥലത്ത് തന്നെ കയറിയിരുന്നു എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം യുദ്ധത്തിൽ നിന്ന് പിന്മാറിയതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ർ ചെയ്തു, ഉപരോധത്തിലാക്കി. ആരും അദ്ദേഹത്തോട് സംസാരിക്കാത്ത അവസ്ഥയുണ്ടായി. ആ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നസ്രാണിയായ ഗസ്സാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഭരണാധികാരി അദ്ദേഹത്തിന് ഒരു കത്തെഴുതി, നീ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടവനല്ല, ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നാൽ അഭിമാനത്തോടെ ജീവിക്കാം. നസ്രാണിയാകാനൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ആളുകൾ മിണ്ടുന്നില്ല, ഇടപാടുകൾ നടക്കുന്നില്ല, അങ്ങനെ ദില്ലത്ത് അനുഭവിക്കേണ്ടവനല്ല താങ്കൾ എന്ന് പറഞ്ഞു. അപ്പോഴും ഈ ദീനിനോടുള്ള അദ്ദേഹത്തിന്റെ കൂറ്, അദ്ദേഹത്തിന്റെ ഗൈറത്ത് എന്താണ്? ആ കത്ത് അദ്ദേഹം വലിച്ചു കീറി അടുപ്പിൽ കൊണ്ടുപോയിട്ടു. അപ്പോഴും ഇസ്ലാമിനോടുള്ള കൂറും ആത്മാർത്ഥതയും നിലനിർത്തിയവരായിരുന്നു അവർ. അപ്പൊ നമ്മുടെ അവസ്ഥ എന്തായിരുന്നാലും അള്ളാഹുവിന്റെ ദീൻ അത് പഠിക്കാനും പഠിപ്പിക്കാനും കിട്ടുന്ന അവസരങ്ങൾ നമ്മുടെ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ദീൻ പഠിപ്പിക്കൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാ സ്ഥാനങ്ങളും കൈയടക്കണം, അവനവന്റെ അറിവ് പരിഗണിക്കാതെ എല്ലാ വിഷയത്തിലും സംസാരിക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് അവനവന്റെ അറിവിനും കഴിവിനും അനുസരിച്ച് ഈ ദീൻ പ്രചരിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക തന്നെ വേണം. അത് നമുക്ക് ഈമാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ അളവുകോലാണ്. ഇങ്ങനെയുള്ള യാതൊരു പ്രവർത്തനങ്ങളും നമുക്ക് പങ്കില്ലെങ്കിൽ, ദീൻ പഠിക്കാനോ പഠിപ്പിക്കാനോ തീരെ താല്പര്യം നമുക്കില്ലെങ്കിൽ, അത് കാണിക്കുന്നത് നമ്മുടെ ഈമാനിലുള്ള ആത്മാർത്ഥതയുടെ പ്രശ്നമാണ്, നമ്മുടെ സിദ്ഖിന്റെ കുറവാണ്. സഹോദരങ്ങളെ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു സന്തോഷവാർത്ത നമുക്കറിയാവുന്നതാണ്. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അൽ ഹഖ്. ഖിയാമത്ത് നാൾ വരെ ഈ ഉമ്മത്തിൽ ഒരു കക്ഷി എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും ഹക്കിൽ ഉറച്ചു നിന്ന് അള്ളാഹുവിന്റെ സഹായം അത് സ്വീകരിച്ചുകൊണ്ടിരിക്കും, അള്ളാഹുവിന്റെ സഹായം കൊണ്ട് അവർ നിലനിൽക്കും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹിമഹുല്ലാ പറഞ്ഞ മനോഹരമായ ഒരു വാക്കുണ്ട്. ആരാണ് ഈ ത്വായിഫത്തുൽ മൻസൂറ? അള്ളാഹുവിന്റെ സഹായം കിട്ടുന്ന ഈ കക്ഷി ആരാണ്? അവന്റെ ദീനിന് വേണ്ടി നിലകൊള്ളുന്ന ഈ കൂട്ടരാരാണ്? അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം സംവരണം ചെയ്തതാണോ? നവവി റഹിമഹുല്ലാ പറയുന്നു, വയുഹ്തമലു അന്ന ഹാദിഹി ത്വായിഫത മുഫറഖത്തുൻ ബൈന അൻവാഇൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ ത്വായിഫത്ത്. മിൻഹും ശുജആനുൻ മുഖാതിലൂൻ, അവരിൽ ധീരന്മാരായ യോദ്ധാക്കൾ ഉണ്ടാകും. വമിൻഹും ഫുഖഹാഉ വമിൻഹും മുഹദ്ദിസൂൻ, അവരുടെ കൂട്ടത്തിൽ ഫുഖഹാക്കൾ ഉണ്ടാകും, ദീനിന്റെ ഹലാൽ ഹറാം പഠിപ്പിക്കുന്നവരുണ്ടാകും. വമുഹദ്ദിസൂൻ, ഹദീസ് പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരുണ്ടാകും. വമിൻഹും സുഹാദുൻ വആമിറൂന ബിൽ മഅറൂഫി വനാഹൂന അനിൽ മുൻകർ, അവരുടെ കൂട്ടത്തിൽ സാഹിദീങ്ങളായ ആളുകൾ ഉണ്ടാകും. ഭൗതിക വിരക്തിയോടുകൂടി ഇബാദത്തുകളിൽ മുഴുകി ജീവിക്കുന്ന ആളുകൾ ഉണ്ടാകും. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും. നന്മ കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഫുഖഹാക്കളല്ല, മുഹദ്ദിസീങ്ങളല്ല, പക്ഷെ ദീനിനോട് ആവേശമുണ്ട്, അല്പം എന്തെങ്കിലും പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആളുകൾക്കിടയിൽ നടന്ന് പറയുന്നവർക്കാണ് ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകർ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കും. വമിൻഹും അഹ്ലു അൻവാഇൻ ഉഖ്റ, അവരിൽ മറ്റ് പല ആളുകളും ഉണ്ടാകും. കച്ചവടക്കാരുണ്ടായിരിക്കും, തങ്ങളുടെ സമ്പത്ത് കൊണ്ട് ദീനിനെ സഹായിക്കുന്ന ആളുകൾ. അതുപോലെ സ്ത്രീകളുണ്ടായിരിക്കും, തങ്ങളുടെ മക്കളെ ഈ ദീനിനു വേണ്ടി വളർത്തിക്കൊണ്ടുവരുന്നവരുണ്ടായിരിക്കും. അതുപോലെ എല്ലാ മേഖലയിലുള്ള ആളുകളും ഉണ്ടായിരിക്കും. വലാ യൽസമു അൻ യകൂന മുജ്തമിഈൻ, ഇവരെല്ലാവരും കൂടി ഒരേ കെട്ടിടത്തിന് ഒരേ ചുവരുകൾക്ക് കീഴിൽ ഇരിക്കുന്നവരായിക്കൊള്ളണം എന്നില്ല. നേരെ മറിച്ച് ബൽ ഖദ് യകൂനു മുതഫർരിഖീന ഫീ അഖ്താരിൽ അർള്, ഭൂമിയുടെ നാനാഭാഗത്ത് പരന്നു കിടക്കുന്നവരായിരിക്കും. ഒരാൾ ഒരു രാജ്യത്താണെങ്കിൽ അടുത്തയാൾ മറ്റൊരു രാജ്യത്തായിരിക്കും. ഇങ്ങനെ ഇവരെല്ലാവരും ഉൾക്കൊള്ളുന്നവരാണ്, ഇവരെല്ലാവരും ഉൾക്കൊള്ളുന്ന സംഘമാണ് അത്വായിഫത്തുൽ മൻസൂറ, അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്ന വിജയിക്കുന്ന കക്ഷി എന്നാണ് നവവി റഹിമഹുല്ലാ സ്വഹീഹ് മുസ്ലിമിന്റെ ശറഹിൽ പറയുന്നത്. സഹോദരന്മാരെ, ഈ കക്ഷിയിൽ ഉൾപ്പെടാൻ, അള്ളാഹുവിന്റെ സഹായം കിട്ടുന്ന ഖിയാമത്ത് നാൾ വരെ ഹക്കിൽ തലയുയർത്തി നിൽക്കുന്ന ഈ വിഭാഗത്തിൽ ഉൾപ്പെടാൻ, ഈ ഭാഗ്യം നേടാൻ നമ്മൾ പരിശ്രമിക്കുക. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ റഹിമല്ലാഹു റഅൻ നസറൽ ഇസ്ലാമ വലൗ ബിശത്രി കലിമ, ഒരു വാക്കിന്റെ പകുതി കൊണ്ടെങ്കിലും ഇസ്ലാമിനെ സഹായിച്ചവർക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അക്കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.